നിലവിൽ ബംഗ്ലാദേശിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം 3 മത്സരങ്ങൾ അടങ്ങിയ T20 പരമ്പരയിലും ഇന്ത്യ കളിക്കുന്നുണ്ട്. ഒക്ടോബർ 6-ാം തീയതിയാണ് ഈ പരമ്പര ആരംഭിക്കുന്നത്. T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ഈ മാസം അവസാനം BCCI പ്രഖ്യാപിക്കുമെന്നാണ് സൂചനകൾ. അതേസമയം അടുത്ത മാസം ആദ്യമാണ് ഇന്ത്യൻ ക്രിക്കറ്റിലെ പ്രധാന ആഭ്യന്തര ടൂർണമെന്റുകളിലൊന്നായ ഇറാനി ട്രോഫി നടക്കുന്നത്. ഇറാനി ട്രോഫിക്കുള്ള ടീമുകളെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇറാനി ട്രോഫിയിൽ കളിക്കുന്ന താരങ്ങൾക്ക് ഇന്ത്യയുടെ T20 ടീമിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അത്തരത്തിൽ ടെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിൽ ഉൾപ്പെടുത്തിയത് വഴി ഒരിക്കൽ കൂടി ഇന്ത്യൻ ടീമിൽ നിന്ന് തഴയപ്പെടാൻ സാധ്യതയുള്ള 3 പ്രധാന കളിക്കാരെ നോക്കാം. 1. ഋതുരാജ് ഗെയ്ക്വാദ്. ഇത്തവണത്തെ ഇറാനി ട്രോഫിയിൽ ടെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിനെ നയിക്കുന്നത് ഋതുരാജ് ഗെയ്ക്വാദ് ആണ്. താരത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിൽ BCCI ഉൾപ്പെടുത്തിയതോടെ ബംഗ്ലാദേശ് T20ക്കുള്ള ഇന്ത്യൻ ടീമിലും താരമുണ്ടാകില്ലെന്ന് ഉറപ്പായി. നേരത്തെ സിംബാബ്വെ പര്യടനത്തിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു ഋതുരാജ്. ഈ പരമ്പരയിൽ മികച്ച പ്രകടനമായിരുന്നു താരം കാഴ്ചവെച്ചതും. T20യിൽ ഇന്ത്യക്കായി 23 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഋതു 633 റൺസും നേടിയിട്ടുണ്ട്. 2. ഇഷാൻ കിഷൻ. ബംഗ്ലാദേശിനെതിരെ നടക്കാനിരിക്കുന്ന T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിലും ഇഷാൻ കിഷന് സ്ഥാനമുണ്ടാകില്ലെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇറാനി ട്രോഫിയിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിന്റെ വിക്കറ്റ് കീപ്പറായി താരത്തെ ഉൾപ്പെടുത്തിയതോടെയാണ് ഇത്. താരത്തിന്റെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കുള്ള തിരിച്ചുവരവ് ഇതോടെ നീളുകയാണ്. കഴിഞ്ഞ വർഷം അവസാനമാണ് ഇഷാൻ അവസാനമായി ഇന്ത്യക്കായി കളിച്ചത്. ഇതുവരെ 32 T20 മത്സരങ്ങളിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ ഇഷാൻ 32 കളികളിൽ നിന്ന് 796 റൺസ് സ്കോർ ചെയ്തിട്ടുണ്ട്. 3. ശ്രേയസ് അയ്യർ. കുറച്ചു നാൾ മുൻപ് വരെ 3 ഫോർമാറ്റുകളിലും ഇന്ത്യൻ ടീമിന്റെ അവിഭാജ്യ ഘടകങ്ങളിൽ ഒരാളായിരുന്നു ശ്രേയസ് അയ്യർ. എന്നാൽ നിലവിൽ ഇന്ത്യയുടെ T20 ടീം പദ്ധതികളിൽ ശ്രേയസിന് ഇടമില്ല. ഇറാനി ട്രോഫിക്കുള്ള മുംബൈ ടീമിൽ ഉൾപ്പെട്ടതോടെ ബംഗ്ലാദേശ് പരമ്പരയിലും താരം ഇന്ത്യൻ ടീമിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പായി. T20യിൽ ഇന്ത്യക്കായി 51 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള താരമാണ് ശ്രേയസ്. 51 കളികളിൽ 1104 റൺസ് നേടിയിട്ടുണ്ട്. അതേസമയം അടുത്ത മാസം 6-ാം തീയതിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള T20 പരമ്പര ആരംഭിക്കുന്നത്. ഗോളിയാറാണ് ആദ്യ കളിക്ക് വേദിയാകുന്നത്. ഒക്ടോബർ 9-ന് ഡൽഹിയിലാണ് 2-ാം മത്സരം. പരമ്പരയിലെ 3-ാമത്തെയും അവസാനത്തെയും മത്സരം ഒക്ടോബർ 12-ന് ഹൈദരാബാദിൽ നടക്കും.